സ്നേഹിതരെ, ഇന്നത്തെ പ്രഭാത പത്രത്തിൻ്റെ പ്രധാന വാർത്തയാണെന്ന് കൊലപാതകം 70. കേരളം എങ്ങോട്ടാണ്? നാം വലിയൊരു ദുരന്ത ഭൂമിയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. 56 ദിവസം കൊണ്ട് 65 കേസുകൾ, ലഹരി കേസുകൾ മാത്രം 2721, അറസ്റ്റിലായവർ 266 പേർ. സുഹൃത്തുക്കൾ പരസ്പരം തർക്കത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് 17 പേർ. ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ദിവസങ്ങളിലെ പത്രവാർത്തകൾ നമ്മൾ നോക്കിയാൽ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന, ദുരന്തപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കാണുക. എല്ലാവരും വേദനയിലാണ്. എല്ലാവരുടെയും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതുപോലെ സങ്കടവും നൊമ്പരവും അനുഭവിക്കുന്നു. ഇത്തരുണത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് നിറമിഴികളോടുകൂടി പ്രാർത്ഥിക്കാം. ഇത് ഒരു പ്രാർത്ഥനയുടെ കാലഘട്ടം കൂടിയാണ്. ക്രൈസ്തവർ ഉപവാസത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പ്രത്യേക പ്രാർത്ഥനകളിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെടുന്ന, കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെയാണ് ഇസ്ലാം മതവിശ്വാസികളും ഈ കാലഘട്ടത്തിൽ അവർ നോമ്പ് ആചരിച്ചുകൊണ്ട് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദാനധർമ്മങ്ങൾ നടത്തിയും ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജാതിമതസ്ഥരും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ നിലവിളിക്ക് ഉത്തരമുണ്ട്. നാം കണ്ണുനീരോടും വിലാപത്തോടും കൂടി ഈ ദേശത്തിൻ്റെ നന്മയ്ക്കായി, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന നിരസിക്കുകയില്ല. നാം വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കണമേ എന്ന് നമ്മൾ യാചിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ പുണ്യഭൂമിയാണ് കേരളം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനപൂർവ്വം വിളിക്കുന്നത്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നൊമ്പരവും അതുതന്നെയാണ്. ഇത്രമാത്രം സുന്ദരവും പരിശുദ്ധവും നിർമ്മലവുമായ നമ്മുടെ ലോകം എന്തേ ഇത്രമാത്രം ദുരന്ത ഭൂമിയായിപ്പോയി? ഇന്ന് ആരെയും വിശ്വാസമില്ലാത്ത വിധം തകർന്നു പോയിരിക്കുന്നു. മാതാപിതാക്കൾ സ്വന്തം ഭവനത്തിൽ സുരക്ഷിതരല്ലാതിരിക്കുന്നു. മക്കൾ സമൂഹത്തിൽ സുരക്ഷിതരല്ലാത്ത ദുരനുഭവമുണ്ടായി. ആരെയും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ദുരന്ത കാലഘട്ടം. ഇവിടെയാണ് നമ്മുടെ കരങ്ങൾ ഉയരേണ്ടത്, പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തേണ്ടത്. സത്യത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മെ വീണ്ടെടുക്കാനാകൂ. നമ്മുടെ സംവിധാനങ്ങളൊന്നും തന്നെ അത്ര കണ്ട് പൂർണ്ണമല്ല. സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ പരിശ്രമിക്കുന്നു എങ്കിൽ പോലും അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. നാം കൂടുതൽ സജീവമായി സമൂഹത്തിൻ്റെ തിന്മയ്ക്കെതിരെ, ദുരന്തങ്ങൾക്കെതിരെ നിലകൊള്ളാൻ ബാധ്യസ്ഥരാണ്. പ്രളയവും ഓഹിയും കൊറോണയും ഒക്കെ അതിജീവിച്ച നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ തിന്മയെയും അതിജീവിക്കാൻ നമ്മൾ നിറകണ്ണുകളോടുകൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, തീർച്ചയായും ഉത്തരവുമുണ്ട്. എല്ലാ പ്രതിസന്ധിയിലും നമ്മൾ വിവിധ കാലഘട്ടത്തെ അതിജീവിച്ചത് ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് ചെറിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശ്വരൻ തീർച്ചയായും അലിവ് തോന്നും. നമ്മുടെ നാടിനെ തിന്മയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കരുണ ഭൂമിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണിത്. നാം നടക്കുന്ന വഴിയും ജീവിക്കുന്ന ജീവിത രീതിയും നാം ചിന്തിക്കുന്ന ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ ദൈവഹിതത്തിന് അനുരൂപമാകണം. അല്ലായെങ്കിൽ നാം ഇപ്രകാരം വലിയ ക്രൂരതയിലേക്ക്, തിന്മയിലേക്ക് അധപ്പതിച്ചു പോകും. മദ്യത്തിൻ്റെയും ലഹരി മരുന്നിൻ്റെയും ആസക്തികളുടെയും പിന്നാലെ പോകുന്ന ആധുനിക സമൂഹത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് കരങ്ങൾ കോർക്കാം. നാം വിശ്വാസത്തോടെ, പ്രതീക്ഷയോടുകൂടി ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും ദൈവം നമ്മോടൊപ്പം ഉണ്ടാവുകയും നമ്മുടെ നാടിനെ വീണ്ടെടുക്കുകയും വീണ്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഈ കാലഘട്ടം അറിയപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറകളെ സർവശക്തനായ ദൈവത്തിൻ്റെ തണലിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവരിൽ ബാധിച്ചിരിക്കുന്ന തിന്മയുടെയും ആസക്തിയുടെയും
ലഹരിയുടെയും ആനന്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവർക്കൊരു പ്രതീക്ഷയുണ്ടെന്നും അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നും ബോധ്യപ്പെടുവാനും ആ ലക്ഷ്യത്തെ മുൻനിർത്തി ജീവിതയാത്ര തുടരാനും അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാവരും കൂടെയുണ്ട് എന്ന ബോധ്യം നൽകാനും ഈ ലോകത്തിൻ്റെ ദുരന്തങ്ങളിൽ വീണു പോകാതെ ആസക്തികളിലും ലഹരിയിലും വീണു പോകാതെ അവർ ഭാവി ലക്ഷ്യമാക്കി ജീവിക്കുന്ന നന്മ നിറഞ്ഞ മക്കളായി തീരാൻ നമുക്ക് കരങ്ങൾ ഉയർത്താം. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മെ വീണ്ടെടുക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ രക്ഷയുടെ കൃപ സ്വീകരിക്കുവാനും പ്രത്യേകിച്ച് അവർ തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് ലക്ഷ്യബോധമുള്ളവരായി തീരാനും നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം.